അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്ത് സൈന്യം 20 തീവ്രവാദികളെ വധിച്ചതായി അവകാശപ്പെട്ട് പാകിസ്ഥാൻ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് തിങ്കളാഴ്ച ഇത് സംഭവിച്ചത്. വടക്കു പടിഞ്ഞാറൻ ദക്ഷിണ വസീറിസ്ഥാൻ ജില്ലയിലെ വാനയിലെ ഒരു കാഡറ്റ് കോളേജിൽ ഒരു ചാവേർ ബോംബർ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു. തുടർന്ന് നടന്ന വെടിവയ്പിൽ 2 ആക്രമികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് സൈന്യം അറിയിച്ചത്. വാരാന്ത്യത്തിൽ ഇസ്താംബൂളിൽ നടന്ന 3ാം റൗണ്ട് സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പരസ്പരം കുറ്റപ്പെടുത്തി. ഖത്തറിന്റെയും തുർക്കിയുടെയും സഹായത്തോടെയുള്ള ചർച്ചകൾ കഴിഞ്ഞ മാസം ആരംഭിച്ചത് അതിർത്തിയിലെ മാരകമായ ഏറ്റുമുട്ടലുകളെ തുടർന്നാണ്. ഇരുവശത്തുമുള്ള ഡസൻ കണക്കിന് സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ട തീവ്രവാദികളെ പാകിസ്ഥാൻ സൈന്യം ഖ്വാരിജ് എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച നിരോധിത തെഹ്രീദ് ഇ താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP-യെ സൂചിപ്പിക്കാൻ സർക്കാർ ഉപയോഗിക്കുന്ന പദമാണിത്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ മുൻ TTP ശക്തി കേന്ദ്രമായിരുന്ന നോർത്ത് വസീറിസ്ഥാനിൽ ഞായറാഴ്ച 8 തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും വടക്കു പടിഞ്ഞാറൻ ധാര ആദം ഖേൽ ജില്ലയിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സൗത്ത് വസീറിസ്ഥാനിലെ ചാവേർ ബോംബർ ആ കോളേജിന്റെ പ്രധാന ഗേറ്റിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറി. സൈന്യം 2 ആക്രമികളെ കൊലപ്പെടുത്തിയതായും മറ്റ് 3 പേരെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ വളഞ്ഞതായും സൈന്യം വ്യക്തമാക്കുന്നു. എതിരാളികളായ ഇന്ത്യയുടെ പിന്തുണയുള്ളവരാണെന്നും അഫ്ഗാനിസ്ഥാനിൽ അവർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടെന്നും അവർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഭീകരർക്കും അവരുടെ നേതൃത്വത്തിനുമെതിരെ പ്രതികരിക്കാനുള്ള അവകാശം പാകിസ്ഥാനിൽ നിക്ഷിപ്തമാണ് എന്ന് അതിൽ പറയുന്നു. TTP-ക്ക് ഇന്ത്യയുടെ പിന്തുണയുണ്ടെന്ന് പാകിസ്ഥാൻ പലപ്പോഴും അവകാശപ്പെടാറുണ്ടെങ്കിലും ന്യൂഡൽഹി ഈ ആരോപണം നിഷേധിക്കുന്നുണ്ട്. കോളേജ് ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന് TTP പ്രസ്താവനയിൽ നിഷേധിച്ചു. TTP അഫ്ഗാൻ താലിബാനിൽ നിന്നും വേറിട്ടതാണെങ്കിലും അവരുമായി സഖ്യത്തിലാണ്. 2021-ൽ അഫ്ഗാൻ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അവർ ധൈര്യപ്പെട്ടു. അതിനുശേഷം നിരവധി TTP നേതാക്കളും പോരാളികളും അഫ്ഗാനിസ്ഥാനിൽ അഭയം തേടിയിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. സമീപ വർഷങ്ങളിൽ തീവ്രവാദ ആക്രമണങ്ങൾ വർധനവ് കണ്ട് പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ തങ്ങൾ നടത്തിയതായി TTP പലപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. അതിർത്തി കടന്നുള്ള പാക് തീവ്രവാദികളുടെ ആക്രമണങ്ങൾക്കെതിരെ കാബൂൾ കണ്ണടയ്ക്കുകയാണെന്ന് പാകിസ്ഥാൻ പലപ്പോഴും ആരോപിക്കാറുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ഈ ആരോപണം നിഷേധിക്കുന്നു. ഒക്ടോബർ 9-ന് കാബൂളിൽ നടന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. തുടർന്നുണ്ടായ പോരാട്ടത്തിൽ സൈനികർ, സിവിലിയന്മാർ, തീവ്രവാദികൾ എന്നിവരുൾപ്പെടെ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഒക്ടോബർ 19-ന് ഖത്തർ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. അത് ഇപ്പോഴും നിലവിലുണ്ട്. തുടർന്ന് ഇസ്താംബൂളിൽ 2 റൗണ്ട് ചർച്ചകൾ നടന്നു. അവസാന ചർച്ച വ്യാഴാഴ്ചയാണ് നടന്നത്. എന്നാൽ TTP-യും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളെയും പാകിസ്ഥാനെതിരെ തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് രേഖാമൂലമുള്ള ഉറപ്പു നൽകാൻ കാബൂൾ വിസമ്മതിച്ചതിനെ തുടർന്ന് ചർച്ചകൾ ധാരണയിലെത്താതെ അവസാനിച്ചു. തങ്ങളുടെ പ്രദേശം മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെ ഉപയോഗിക്കുന്നത് തടയാൻ കാബൂൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് തിങ്കളാഴ്ച അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി വ്യക്തമാക്കി. എന്നിരുന്നാലും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി അവരുടെ പ്രതിനിധി സംഘം തികച്ചും അസ്വീകാര്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചതായി അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വന്നത്. ചർച്ചകൾ തുടരുമെന്നും എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീകരതയെക്കുറിച്ചുള്ള അവരുടെ പ്രധാന ആശങ്ക ആദ്യം പരിഹരിക്കേണ്ടതുണ്ട് എന്നും അവർ പറഞ്ഞു. 2022-ൽ കാബൂൾ മധ്യസ്ഥത വഹിച്ചത് TTP-യും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ചെറിയ വെടിനിർത്തലായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ അത് ലംഘിച്ചുവെന്ന് ആരോപിച്ച് TTP പിന്നീട് അത് അവസാനിപ്പിച്ചു. അതിനുശേഷം TTP-യുമായി ഒരു ചർച്ചയ്ക്കും ഉണ്ടാകില്ലെന്ന് പാകിസ്ഥാൻ പറയുകയും അംഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ പാകിസ്ഥാന് കൈമാറണമെന്ന് കാബൂളിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.